BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഖാലിദ് ബിൻ ഹമദ് എൻഡ്യൂറൻസ് റൈസിന് ബഹ്റൈൻ ഇന്റർനാഷണൽ എൻഡ്യൂറൻസ് വില്ലേജിൽ തുടക്കമായി. സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് റേസ് നടന്നത്. ബഹ്റൈൻ റോയൽ ഇക്വസ്ട്രിയൽ ആൻഡ് എൻഡ്യൂറൻസ് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന പ്രാദേശിക അന്തർദേശീയ യോഗ്യതാ മത്സരങ്ങളാണിത്. 120 കിലോമീറ്റർ, 100 കിലോമീറ്റർ അന്താരാഷ്ട്ര റേസുകളും 100 കിലോമീറ്റർ, 80 കിലോമീറ്റർ, 40 കിലോമീറ്റർ എന്നീ പ്രാദേശിക മത്സരങ്ങളും വെള്ളിയാഴ്ച നടന്നു. പ്രൈവറ്റ് സ്റ്റാമ്പിളുകൾ 120 കിലോമീറ്റർ ഓട്ടം ശനിയാഴ്ച നടന്നു. തുടർന്ന് ആദ്യ 3 വിജയികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങും നടന്നു. വെറ്റിനറി പരിശോധന, കുതിര രജിസ്ട്രേഷൻ, റൈഡർമാരുടെ പരിശോധന എന്നിവയും അനുബന്ധമായി നടന്നു. കാലിഫോർണിയയിൽ പടർന്നു പിടിച്ച കാട്ടുതീയെ തുടർന്ന് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് യാത്രകൾ റദ്ദാക്കി. സിംഗപ്പൂർ, ബഹ്റൈൻ, ജർമ്മനി എന്നിവിടങ്ങളിലേക്കുള്ള തന്റെ യാത്രകളാണ് റദ്ദാക്കിയതായി വൈറ്റ് ഹൌസ് അറിയിച്ചത്. പ്രസിഡന്റ് ജോ ബൈഡനും യാത്രകൾ റദ്ദാക്കിയ തീരുമാനമെടുത്തതിനു ശേഷം വൈറ്റ് ഹൌസ് വ്യാഴാഴ്ച അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാട്രെല്ല, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താനിരുന്ന ബൈഡൻ ഇറ്റലിയിലേക്കുള്ള യാത്രയും റദ്ദാക്കി. IYCC ബഹ്റൈൻ മുഹറക്ക് ഏരിയ കമ്മിറ്റി പ്രതിവർഷം നടത്താറുള്ള നിറക്കൂട്ട് ചിത്രരചന കളറിംഗ് മത്സരം സീസൺ 6 മുഹറക്ക് ലുലുവിൽ വെച്ച് നടന്നു. ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. 3 വിഭാഗങ്ങളിലായിട്ടായിരുന്നു മത്സരം നടത്തിയത്. സബ് ജൂനിയർ വിഭാഗത്തിൽ ആദിഷ് എ രാകേഷ്, ആർദ്ര രാകേഷ്, മിൻഹ ഫാത്തിമ, മജീദ് എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ജൂനിയർ വിഭാഗത്തിൽ നേഹ ജഗദീഷ്, തേജസ്വിനി നാഥ്, ശ്രീഹരി സന്തോഷ് എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾക്കും, സീനിയർ വിഭാഗത്തിൽ ദേവന പ്രവീൺ, അനന്യ ഗരീബ് കുമാർ, ഗോപിക ഭാരതി, രാജൻ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾക്കും അർഹരായി. ജീന നിയാസ്, നിജു ജോയ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ. ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോത്ത് അധ്യക്ഷത വഹിച്ച് സമ്മാനദാന ചടങ്ങ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് IYCC ബഹ്റൈൻ ദേശീയ ഏരിയ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മുൻ ഭാരവാഹികൾ എന്നിവർ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി. പരിപാടികൾക്ക് അനസ് റഹീം, രതീഷ് രവി, ഷിഹാബ് കറുകപുത്തൂർ, റിയാസ്, മുബീന മൻഷീർ, ബാഹിറ അനസ്, ഷീന നൌസൽ എന്നിവർ നേതൃത്വം നൽകി. ഏരിയ സെക്രട്ടറി നൂർ മുഹമ്മദ് സ്വാഗതവും അൻഷാദ് റഹീം നന്ദിയും അറിയിച്ചു. MCom ആൻഡ് PG ഡിപ്ലോമ ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷനിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സഹദ് അബ്ദുൾ സലീമിനെ മൈത്രി ബഹ്റൈൻ അനുമോദിച്ചു. വാർഷിക പൊതുയോഗത്തിൽ വെച്ച് മൈത്രി രക്ഷാധികാരി കൂടിയായ സയ്യിദ് റംദാൻ നദ്വി മെമ്മന്റോ നൽകി. ചടങ്ങിൽ മൈത്രി പ്രസിഡന്റ് നൌഷാദ് മഞ്ഞപ്പാർ അധ്യക്ഷത വഹിച്ചു. മൈത്രി ബഹ്റൈൻ വൈസ് പ്രസിഡന്റ് സലീം തയ്യലിന്റെ മകനാണ് സഹദ്. മൈത്രി ജോയിന്റ് സെക്രട്ടറി സക്കീർ ഹുസൈൻ, ചീഫ് കോർഡിനേറ്റർ നവാസ് കുണ്ട്ര, ചാരിറ്റി കൺവീനർ ഷിബു ബഷീർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനസ് കരുനാഗപ്പള്ളി, ഷാജഹാൻ, അൻവർ ശൂരനാട്, രാജബുദ്ദീൻ, ഷാജഹാൻ, ദൻജീബ് സലാം, ഷിജു ഏഴംകുളം, ഷഫീഖ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. OICC ബഹ്റൈൻ തൃശൂർ ജില്ലാ കമ്മിറ്റി റിപ്പബ്ലിക് ദിനത്തിൽ ഫാമിലി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. OICC ബഹ്റൈൻ തൃശൂർ ജില്ലാ കമ്മിറ്റി തുടർച്ചയായി 2ാം വർഷവും ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം വിപുലമായി പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ത്യ ചരിത്രത്തെ ആസ്പദമാക്കി ജനുവരി 31 സിംസ് ഗുഡ്വിൻ ഹാളിൽ വെച്ച് ഫാമിലി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് വിജയികൾക്കുള്ള സമ്മാനദാനം നൽകും. ജനതയിൽ ഇന്ത്യയുടെ ചരിത്ര അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്ന ക്വിസ് മത്സരം ബഹ്റൈനിലെ പ്രമുഖ ക്വിസ് മാസ്റ്റർ അനീഷ് നിർമ്മലൻ നിയന്ത്രിക്കും. പരിപാടിയിലേക്ക് ഏവരുടെയും പങ്കാളിത്തവും സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നതായും OICC തൃശൂർ ജില്ലാ പ്രസിഡന്റ് PT ജോസഫ്, വൈസ് പ്രസിഡന്റ് ഡിൻഡോ ഡേവിഡ്, ബെന്നി പാലയൂർ, ജനറൽ സെക്രട്ടറി ജോയ് MD, ട്രഷറർ ജോയ്സൺ, സെക്രട്ടറി ജെയ്സൺ മഞ്ഞളി, ജോയിന്റ് സെക്രട്ടറി ബഷീർ എന്നിവർ അറിയിച്ചു. മത്സരാർത്ഥികൾ വാട്സപ്പ് വഴി രജിസ്ട്രേഷനായി 37277144 എന്ന നമ്പറിലോ 36342657 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ബഹ്റൈൻ കേരളീയ സമാജം വനിതാ വേദി അവതരിപ്പിക്കുന്ന വൗ മോ പരിപാടിയുടെ ഉദ്ഘാടനം ശോഭന ജോർജ് നിർവഹിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം വനിതാ വേദി അവതരിപ്പിക്കുന്ന വൗ മോ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം ജനുവരി 9
മുൻ MLA-യും ഔഷധി ചെയർപേഴ്സണുമായ ശ്രീമതി ശോഭന ജോർജ് നിർവഹിച്ചു. മോഹിനി തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ, വനിതാ വേദി സെക്രട്ടറി ജയ രവികുമാർ, വിജിന സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടിയോടൊപ്പം വോമ മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ടാലന്റ് ഡേ, സിനിമാറ്റിക് ഡാൻസ് റൗണ്ട്, ഫാമിലി ഡേ, അമ്മയും കുഞ്ഞും സംഭാഷണം, ഫാഷൻ റൗണ്ട്, ചോദ്യോത്തരം എന്നിവയാണ് മത്സര ഇനങ്ങൾ. സിനി ആർട്ടിസ്റ്റ് ഗായത്രി അരുൺ വിജയികളെ കിരീടം അണിയിച്ചു. ഭാവഗായകന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് P. ജയചന്ദ്രൻ പാടിയ നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി എന്ന പാട്ട് പാടിക്കൊണ്ട് ഇഷ്ടഗായകന്റെ ചിത്രം പൂർത്തീകരിച്ച് പ്രവാസിയായ അജയ് ഘോഷ്. എറണാകുളം വൈപ്പിൻ സ്വദേശിയായ അജയ് ഘോഷ് 17 വർഷമായി ബഹ്റൈനിൽ ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്നു. അജയ് ഘോഷ് നല്ലൊരു ചിത്രകാരനും ഗായകനുമാണ്. ബഹ്റൈനിലെ ഒട്ടുമിക്ക വേദികളിലും പാടിയിട്ടുള്ള അജയ് ഘോഷ് നിരവധി പാട്ട് മത്സരങ്ങളിലും പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ട്. പുതിയ പാട്ടുകൾ, പുതിയ പാട്ടിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ക്ലാസിക് കോഡ്സ് എന്ന ഗ്രൂപ്പും ഇവർക്കുണ്ട്. ഭാവഗായകന്റെ ഗാനങ്ങൾ ഉൾപ്പെടെ ക്ലാസിക് പാട്ടുകളാണ് ഇവരുടെ ഒത്തുചേരലിന് ഈണം നൽകുന്നത്. മലയാളത്തിന്റെ പാട്ടുകളുടെ വരികളിൽ അലിഞ്ഞു പാടാൻ കഴിയുന്നത് ജയചന്ദ്രന് മാത്രമേ പറ്റൂവെന്നും അജയ് ഘോഷ് പറയുന്നു. ഓരോ ഗാനത്തിന്റെയും ഭാവം ഉൾക്കൊണ്ട് പാടാൻ കഴിയുന്ന പാട്ടുകാരൻ, മനുഷ്യസ്നേഹി, ഇതൊക്കെയാണ് ജയചന്ദ്രൻ എന്ന പാട്ടുകാരനെ വ്യത്യസ്തനാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ റോഡ് വികസനത്തിന് മുഖ്യമന്ത്രിയുടെ കത്ത് ലഭിച്ചാലുടൻ 20,000 കോടി രൂപ അനുവദിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. കത്ത് നൽകാൻ മുഖ്യമന്ത്രിയോട് പറയാൻ സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാലിനോട് ഗഡ്കരി ആവശ്യപ്പെട്ടു. കേരളത്തിലെ റോഡ് വികസനത്തിന് പണം തടസ്സമല്ല. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ പെരുകാൻ കാരണം റോഡ് ഡിസൈനിങ്ങിലെ സങ്കീർണതയാണ്. ഹൈവേ വികസനം വേഗത്തിലാക്കാൻ റോഡ് നിർമ്മാണ സാമഗ്രികളുടെ GST സംസ്ഥാനം ഒഴിവാക്കണം. മണൽ ഉൾപ്പെടെ ആവശ്യത്തിന് ലഭ്യമാക്കണം. റോഡ് വികസനത്തിന് പണം നൽകാൻ മുഖ്യമന്ത്രിയുടെ കത്ത് കാത്തിരിക്കുകയാണെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു. GST ഒഴിവാക്കാൻ തീരുമാനിച്ചെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പ്രതികരിച്ചു. പത്തനംതിട്ടയിൽ കായിക താരമായ പെൺകുട്ടിയെ 60-ലേറെ പേർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. ഇന്നലെ രാത്രി പമ്പയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 20. ഇന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യത. പ്രതികളിലേറെയും പോലീസിന്റെ വലയിലായതായാണ് സൂചന. കേസുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിറകെയാണ് കൂടുതൽ പേർ അറസ്റ്റിലായത്. 62 പേർ ലൈംഗിക പീഡനത്തിനിരയാക്കിയെന്നും 13 വയസ്സ് മുതൽ ചൂഷണത്തിനിരയായതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. 2019 മുതലാണ് പീഡനം ആരംഭിച്ചത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് കാമുകൻ ആദ്യം പീഡിപ്പിച്ചത്. നിരവധി തവണ പീഡിപ്പിച്ച ശേഷം സുഹൃത്തുക്കൾക്ക് കൈമാറി. ഇക്കൂട്ടത്തിൽ പോക്സോ കേസിൽ പിടിയിലായി ജയിൽവാസം അനുഭവിക്കുന്നയാളുമുണ്ടെന്നും അറിയുന്നു. പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയ കേസിൽ 5 പേരുടെ അറസ്റ്റാണ് ഇലവുംതട്ട പോലീസ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ട, കോന്നി തുടങ്ങിയ ജില്ലയിലെ മറ്റ് സ്റ്റേഷനുകളിലും FIR-കൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.